ഇദ്ദേഹത്തിന് എന്തോ കൊടുക്കുന്നുണ്ട്. അത്രക്കും ടൊയോട്ടയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ രീതിയാണ് അതിനെപ്പറ്റി മുദാക്കറ ചെയ്ത് അവസാനം ടൊയോട്ടയിലുള്ള യഖീൻ. സഹോദരന്മാർ, നമ്മൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് അള്ളാഹുവിലുള്ള യഖീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഇടപെടുന്ന അവസ്ഥയുണ്ടാകും, അള്ളാഹുവിലെ യഖീൻ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞ്, ധാരാളം കേട്ട്, ധാരാളം മനസ്സിലാക്കി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടത്തുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കുകളുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് വിശദമായി പറയുന്നുണ്ട് അള്ളാഹുവിനെ പറ്റി. തുടക്കം മുതലേ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ വിശദീകരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ വലിയൊരു ഭാഗം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവസാനമായിട്ട് പറയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒന്നോ രണ്ടോ സിഫത്തോട് കൂടിയിട്ടാണ് ആയത്തുകൾ അവസാനിപ്പിക്കാറുള്ളത്. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോജ്വല പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അവസാനം അല്ലാഹു പറഞ്ഞ് നൂറുൻ അലാ നൂർ, അല്ലാഹു പ്രകാശത്തിനുമേൽ പ്രോജ്വല പ്രകാശമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ആ പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തെളിയിക്കും, വഴി കാണിച്ചു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ, ഉലമാക്കൾ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. ഉലമാക്കൾ വിശദീകരിച്ചു വരും. മാഷാ അല്ലാഹ്, അവരർത്ഥം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അഥവാ ആർക്ക് തലബുണ്ടോ, ആർക്ക് തേട്ടമുണ്ടോ, തലബിന്റെ ആദ്യത്തെ വശം തൗബയാണ്. താൻ ചെയ്തു പോയലുള്ള തൗബയുടെ വാതിൽ തുറന്നാൽ വഅസ്ലഹു, നന്നാകണമെന്ന വാദാണ്. അതായത് ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു, ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. അല്ലാഹു ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകും. ഒരിക്കൽ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനതായ ശൈലിയിൽ കാണുകയാണ്, തനതായ രീതിയിൽ, ഭാവത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യമാണ് അവസ്ഥയിൽ കണ്ടത് എന്ന് സാധാരണ ഗ്രന്ഥങ്ങൾ ഉലമാക്കൾ പറയാറുണ്ട്. സഹോദരന്മാരെ, ആ കണ്ട സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 600 ചിറകുകളായിരുന്നു. 600 ചിറകുകൾ. മുന്തഖബ ഹദീസിൽ ഹദീസ് കാണാം. 600 ചിറകിൽ നിന്ന് ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മുഴുവനും മൂടിപ്പോയി. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലുപ്പം എന്തായിരിക്കും? ആകാശം മുഴുവൻ അങ്ങോട്ട് മൂടിപ്പോവാണ് ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും. ആകാശത്തിൻ്റെ വലുപ്പം എത്രയാണ് ആർക്കും അറിഞ്ഞുകൂടാ. ആർക്കും അതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും മൈൻഡ് എറടിക്കും. നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമാണ് സൂര്യന് എന്നാണ് സാധാരണ അതിൻ്റെ അഹ്ലുകാർ പറയുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, അവരുടെ വാക്കതാണ്. 13 ലക്ഷം ഇരട്ടി വലുപ്പമാണ്. കാരണം ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ഉറപ്പിക്കാനൊന്നും പറ്റൂല. അവർ ചിലപ്പോൾ നാളെ അത് 14 ഇരട്ടി എന്നൊക്കെ പറയും, 14 ലക്ഷം എന്നൊക്കെ. ഇപ്പോൾ അവർ പറയുന്നത് 13 ലക്ഷം ഇരട്ടി എന്നാണ്. കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ടാവും. ആ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനിൽ നിന്ന് പ്രകാശം ഈ ഭൂമിയിലേക്ക് എത്താൻ സാധാരണ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നതാണ് 8 മിനിറ്റ് മതി. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ വേഗത. ഒരു സെക്കൻഡിൽ എന്ന് പറയുമ്പോഴേക്കും 3 ലക്ഷം കിലോമീറ്റർ പോയി പോകും. അപ്പോൾ 2 സെക്കൻഡിൽ എത്ര? 6. 4 സെക്കൻഡിൽ എത്ര? 12. ഇങ്ങനെ കൂടുകയാണ്. 4 സെക്കൻഡ് ആകുമ്പോഴേക്കും 12 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോയാൽ സൂര്യനിൽ നിന്ന് പ്രകാശം ഇങ്ങോട്ടെത്താൻ 8 മിനിറ്റ് മതി. 8 മിനിറ്റ്, 8 മിനിറ്റ് പൂർത്തിയായിട്ട് വേണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, ഈ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന നമുക്ക് തോന്നുന്ന നക്ഷത്രം, അടുത്തല്ല, അത് കുറേ ദൂരെയാണ്. ആ നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം ഇങ്ങോട്ടെത്താൻ 4 പ്രകാശവർഷം കഴിയണം. ഒരേ വേഗത പ്രകാശത്തിന്. എന്താ ഈ 4 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച്, ഒരു സെക്കൻഡിൽ ഞാനിപ്പോൾ പറഞ്ഞൊരു 4 സെക്കൻഡ് കൊണ്ട് 12 ലക്ഷം കിലോമീറ്ററാണ് പോണത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര പോകും? അതിങ്ങനെ കണക്കൂട്ടുമ്പോഴാണ് നമ്മളെ ബുദ്ധി എന്ത് ചെയ്യുക? എറടിച്ചു പോവുക.
സൂപ്പർ ടെക് കമ്പ്യൂട്ടറിനേക്കാളും എത്രയോ കോടിക്കണക്കിന് പവറുള്ളതാണ് നമ്മുടെ ബ്രെയിൻ. കാരണം തലച്ചോറ് കൊണ്ട് കണ്ടെത്തുന്നതാണല്ലോ ഇതൊക്കെ. അപ്പം ഇത്രയും പവറുള്ള ഈ ബ്രെയിന് എറടിക്കും ആകാശത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒന്നുകിൽ മനുഷ്യന്, സാധാരണ പറയാറുണ്ട്, ഒന്നുകിൽ മനുഷ്യന് ഈമാൻ കൂടും, അല്ലെങ്കിൽ അവന് മൂച്ചുപിരാന്താവും എന്ന് പറഞ്ഞു ഞങ്ങളെ മലപ്പുറത്തൊക്കെ. ഏതിനെക്കുറിച്ച് പഠിച്ചാൽ? ആകാശത്തെക്കുറിച്ച് പഠിച്ചാൽ ഭയങ്കര ഭ്രാന്തനായി മാറും. ആകാശത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം ഹവ കടക്കും. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് ആകാശം. 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ഒരു ഗാലക്സിയിൽ. പുതിയ സയന്റിസ്റ്റുകളുടെ വെപ്പാണ്. 69,000 കൊല്ലം നോൺ സ്റ്റോപ്പ്ഡ് കൗണ്ടിങ് പെർ സെക്കൻഡ് 1. ഒരു സെക്കൻഡിൽ 1 വീതം എണ്ണിയാൽ 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ഒരു ഗാലക്സിയിൽ. ഒരു ഗാലക്സിയെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് പുസ്തകത്തിൽ കാണുന്നത് നമുക്കത് പിടുത്തം കിട്ടൂല. അതുകൊണ്ട് പറയാണ്, ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് വിരൽ മാത്രം സഞ്ചരിപ്പിക്കുക, കൈ സഞ്ചരിപ്പിക്കാതെ. വിരൽ മാത്രം സഞ്ചരിപ്പിക്കുക ഒരു ഗോളം. എന്നിട്ട് അവർ എഴുതുകയാണ്, യു അസ്യൂം ഇറ്റ്സ് എ സിംഗിൾ ഗാലക്സി. നീ മനസ്സിലാക്കിക്കൊള്ളുക, അതാണ് ഒരു സിംഗിൾ ഗാലക്സി. അതിലാണ് 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം. അങ്ങനെ എങ്ങാനും എണ്ണിക്കഴിഞ്ഞാൽ ഡോക്ടർ ഹെഡിങ്ടൺ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനത്തെ 69,000 കൊല്ലം വീണ്ടും ഇരുന്നെണ്ണാനുള്ള നക്ഷത്രം ആ ഒരു ചെറിയ വൃത്തത്തിൻ്റെ ഉള്ളിൽ പുതുതായിട്ട് ജനിക്കും. അതാണ് നക്ഷത്രങ്ങൾ. ഇന്നാലഹുല മൂസിഊൻ, തീർച്ചയായിട്ടും ഞാനല്ലയോ ഇതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാൻ, ആകാശത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും പുതിയ 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 കാര്യങ്ങൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ വിശാലമായ ധാരാളം ഗാലക്സികൾ, കൊള്ളിമീനുകൾ, താരാപഥങ്ങൾ, ക്ഷീരപഥങ്ങൾ, ഉൽക്കകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒന്നാം ആകാശം, കോടാനകോടി കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒന്നാം ആകാശം. ഈ ഒന്നാം ആകാശം കൊണ്ടുപോയി രണ്ടാം ആകാശത്തിൽ കൊണ്ടുപോയിട്ടാൽ ഉലമാക്കൾ അതിന് കുറെ ടെക്നിക്കൽ ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ ആല എന്നൊക്കെ സഭാസമാവാത്തിന് പേരിട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അത് ഖുർആനിലും ഹദീസിലും വന്നതൊന്നുമല്ല, ഉലമാക്കളുടെ ടെക്നിക്കൽ ടേമാണ്. ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ ആല എന്നൊക്കെ പറയുന്നത്. ഈ സംഭവങ്ങൾ ഈ ലാഹൂത്തിനെ കൊണ്ടുപോയി ജബറൂത്തിൽ കൊണ്ടുപോയിട്ടാൽ, സഹോദരന്മാരെ, ജബറൂത്ത് എന്ന് പറയുന്ന ലോകത്തിൽ ഈ ലാഹൂത്ത് എങ്ങനെ കിടക്കുന്നു ചോദിച്ചാൽ, കണ്ണെത്താത്ത ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ വളയിട്ടതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു മോതിരമിട്ടതുപോലെയാണ്. ഉലമാക്കൾ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാം ആകാശത്തിന്റെ അവസ്ഥ എന്താവും? ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. അതിന്റെ അഹ്ലുകാർ പറയുന്നത്, ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. അപ്പൊ ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ അവസ്ഥ എന്താവും? അതിന്റെ ദൂരം എന്താവും? അങ്ങനെ മൊത്തത്തിൽ പോയാൽ രണ്ടാം ആകാശം, മൂന്നാം ആകാശം, എന്തായാലും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, എന്ത് 7 ആകാശങ്ങളുണ്ട്. സബ്അ സമാവാത്ത്, അത് ഖുർആന്റെ വാക്കാണ്. സഹോദരന്മാരെ, ഈ 7 ആകാശങ്ങൾ, എന്നിട്ട് സയൻസ് ഇപ്പോൾ എവിടെ എത്തി? സഹോദരന്മാരെ, എത്തി മാക്സിമം പോയ ചൊവ്വയിലും ചന്ദ്രനിലും എത്തി. അതിന് എത്തിയില്ലെന്ന് അവരമ്മ തന്നെ തർക്കാണ്. എന്തോ ആയിക്കോട്ടെ. യാ മാഷറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. നമുക്ക് അല്ലാഹുക്കും മറ്റുള്ളവർക്കും വിട്ടുകൊടുക്കാം. അപ്പൊ ഈ ചൊവ്വയും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം അങ്ങാടി, തിരുവനന്തപുരം അങ്ങാടി, ഇതിന്റെ അപ്പുറമൊന്നുമല്ല. ചൊവ്വയും ചന്ദ്രനും വലിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 ആകാശങ്ങളുടെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? അതിന്റെ ഇടയിൽ ചൊവ്വ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കൊല്ലം അങ്ങാടി, തിരുവനന്തപുരം അങ്ങാടി, അതിനപ്പുറത്തൊന്നുമില്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സയന്റിസ്റ്റിനെ പോലെ വിശ്വാസം പോരാ നമുക്ക്. സയന്റിസ്റ്റിന് ഇനിയും ചിലപ്പോൾ 500 കൊല്ലം കഴിഞ്ഞാലും ചൊവ്വയിൽ പോയി ഇറക്കാനൊക്കെ പറ്റിയെന്നിരിക്കാം, അല്ലാഹു ആലം. ഏതായാലും എന്തോ ആവട്ടെ സഹോദരന്മാരെ, നമുക്കത് പോരാ. നമുക്ക് ചൊവ്വയിലും ചന്ദ്രനിലും ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിങ്ങാനൊന്നും നേരമില്ല. ചൊവ്വയിലും ചന്ദ്രനിലും കുറെ റിസർച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തങ്ങാൻ, നമുക്ക് അതിന്റെ അപ്പുറത്തുള്ള 7 ആകാശങ്ങൾ, ആ ആകാശങ്ങളെ മുഴുവൻ ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി വസുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ അല്ലാഹുവിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രി, അവർ അല്ലാഹുവിനെ കണക്കാക്കുന്ന രീതിയിൽ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസത്തിൽ ഞാൻ ഭൂമിയെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങളെ മുഴുവൻ, വസ്സമാ എന്നല്ല, ആകാശത്തെ എന്നല്ല, ആകാശങ്ങളെ, സമാവാത്ത് വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങളെ മുഴുവൻ വലത്തെ കയ്യിലിട്ട് ചുരുട്ടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആകാശങ്ങളെയും
അതിൻ്റെ ഉള്ളിൽ എല്ലാം പെട്ട് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും എന്തൊക്കെയാണ് ഉലമാക്കൾ ടെക്നിക്കൽ ടൈമായി പറയുന്നത്, എല്ലാം അതിൽപ്പെടും. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ എല്ലാം അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ്. ഈ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു കരുത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അല്ലാതെ കൊടുത്തിട്ടേ ഇല്ല. ആർക്കും സ്വന്തമായി അവന്റെ കഴിവിനെ വികസിപ്പിക്കാൻ പറ്റൂല അള്ളാഹു ഉദ്ദേശിച്ച കഴിവല്ലാതെ. സഹോദരന്മാരെ, നമ്മൾ കുറെ മന്ദബുദ്ധികളെ കാണാറുണ്ട്. അവർ ഉദ്ദേശിച്ചാലും അവരുടെ ബുദ്ധി കൂടുകയില്ല. നമ്മുടെ മക്കൾ ചിലപ്പോൾ പഠിത്തത്തിൽ വീക്കാകാറുണ്ട്. എത്ര അവർ ഉദ്ദേശിച്ചാലും അത് നടക്കുകയില്ല. അള്ളാഹു ഒരാൾക്ക് മുഖദ്ദറാക്കിയിട്ടുണ്ട് എത്ര ബുദ്ധി വേണമെന്ന്. ആ ബുദ്ധിയിൽ അപ്പുറത്തേക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയില്ല. എത്രത്തോളം ഈ നൂറ്റാണ്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നു എന്ന് ചോദിച്ചാൽ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിൽ അത്ഭുതങ്ങളെ കുറിച്ച് പ്രതിവചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അത്ഭുതങ്ങൾ ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യർ റഫർ ചെയ്യുന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളാണ്. അത് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഏതായാലും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയാണ് അദ്ദേഹം റഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലാഹൂത്തും ജബറൂത്തും ഒക്കെ എന്താണെന്ന് മൂപ്പര് കണ്ടെത്താൻ പോവാണ്. നമ്മൾ മൂപ്പരെ പിന്നാലെയാണ്. സാധാരണ പറയാറുണ്ട്, ആൾ ഇന്ത്യൻസ് ബിഹൈൻഡ് ദ ഇംഗ്ലീഷ്മെൻ, ആൾ ഇംഗ്ലീഷ്മെൻ ബിഹൈൻഡ് ദ ഡോഗ്. അതായത് എല്ലാ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാർക്ക് പിന്നാലെയാണ്, ഇംഗ്ലീഷുകാരാകട്ടെ നായ്ക്കുട്ടിക്ക് പിന്നാലെയാണ്. മോർണിംഗ് വാക്കിംഗ്, ഈവനിങ് വാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവിടെ മാഷാ അല്ലാഹ് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഇമാമിന്റെ ഇമാമ് ആരാന്ന് ആലോചിച്ചാൽ മതി. സഹോദരന്മാരെ, നമുക്ക് ഇതിന്റെ അർത്ഥമൊന്നും വേണ്ടെന്നല്ല. ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ നമ്മുടെ മക്കൾക്ക് കിട്ടണം. ലോകത്തിലെ റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർ പോയി പഠിക്കട്ടെ. ഇത് കൊല്ലം ജില്ലയാണ്, മാഷാ അല്ലാഹ് നല്ല എഡ്യൂക്കേറ്റഡ് ജില്ല. നമ്മുടെ മക്കള് ചിലപ്പോൾ ഇതുവരെ റെഡ് ബ്രിക്കിൽ എത്തിയിട്ടുണ്ടാവില്ല. എൻ്റെ അറിവിൽ റെഡ് ബ്രിക്കിൽ എത്തിയിട്ടുള്ളത് ആകെ കേരളത്തിൽ നിന്ന് KR നാരായണനെ പോലെയുള്ള ആൾക്കാർ മാത്രമാണ്. അതുകൊണ്ട് അവർ മാത്രം എത്തിയാൽ പോരാ, എല്ലാവരും എത്തട്ടെ. റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 25 യൂണിവേഴ്സിറ്റികളാണ് റെഡ് ബ്രിക്ക്. അവിടെ പോയി ഇൻഷാ അല്ലാഹ് അവർ മെഡിസിൻ പഠിച്ച് അവിടുന്ന് പിന്നെ അവരുടെ ഏറ്റവും ടോപ്പ് PG ഒക്കെ കഴിഞ്ഞ് FRCHO ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി, അല്ലെങ്കിൽ അവർ നല്ല സർജനായി തിരിച്ചെത്തി. അവസാനം നാളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന രോഗി, ആ രോഗിയെ കുറിച്ച് ആലോചിച്ച്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവൻ നിന്റെ കയ്യിലാണല്ലോ എന്ന് വിചാരിച്ച് തഹജ്ജുദിന് ശേഷം 2 റക്അത്ത് ആ രോഗിക്ക് വേണ്ടി നിസ്കരിച്ച് രാവിലെ ആ രോഗിയുടെ വയറ് കീറുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാകട്ടെ. അവൻ റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലും ശരി. ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റായി, ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവൻ പഠിച്ചു. അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റായി നമ്മുടെ മക്കൾ മാറട്ടെ. പക്ഷേ എന്തായിരിക്കണം? അവൻ അള്ളാഹുവിൽ യഖീനുള്ളവരായിരിക്കണം. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സുന്നത്തായി മുബാറക്കായി ജീവിതം ഉണ്ടായി തീരണം. എന്നിട്ടൊരു പാവം അയൽവാസി വന്നിട്ട് പറയാണ്, ഇദ്ദേഹത്തിന്റെ പ്രശസ്തിയൊന്നും അയൽവാസിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ആരൊക്കെയോ കൊടുത്ത 2 ലക്ഷം രൂപയുണ്ട്. അദ്ദേഹം കുറെ പേപ്പറും കൊണ്ട് വന്നിട്ട്, നിങ്ങൾ വലിയ എഞ്ചിനീയറാന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് വരച്ചു തരുമോ? എൻ്റെ അടുത്ത് ആകെ 2 ലക്ഷം രൂപയേ ഉള്ളൂ, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന് ഇരുത്തി ചായയൊക്കെ കൊടുത്ത് വളരെ മെനക്കെട്ട്, കാരണം 2 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന പ്ലാൻ ഉണ്ടാക്കൽ വലിയൊരു പണിയാണ്, മറ്റേതല്ല പണി. അപ്പോൾ അതിൽ ഒതുങ്ങുന്ന കോസ്റ്റൊക്കെ കണക്ക് കൂട്ടി അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മൂപ്പര് നല്ലൊരു പ്ലാന് പഞ്ചായത്ത് കൊടുക്കാനുള്ളതൊക്കെ തയ്യാറാക്കി. ഇത് ഈ സാധു മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5000 രൂപയും വെച്ചെടുത്തുകൊണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് കല്ലിറക്കുമ്പോൾ എൻ്റെ വക ഇറക്കിക്കോളിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എഞ്ചിനീയർമാരുണ്ടാവട്ടെ. വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ അങ്ങനെ മാറണം. വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ അങ്ങനെ മാറണം. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാവട്ടെ. പക്ഷെ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ മൗസ് നെക്കി ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അല്ലാഹ് എന്ന് അവിടെ ഇരുന്നൊന്ന് പറയാൻ അവൻ്റെ ഈമാൻ അത്ര പക്കയായിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാർ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബുജി അഥവാ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ലോകത്തിലെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാണ്. അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയേ ഇല്ല. തളർവാദമാണ്, തളർന്നു പോയിരിക്കുകയാണ്. കൈകൾ നേരാൻ വണ്ണം ചലിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ വെച്ച തലയെ ഇങ്ങോട്ട് ചിലപ്പോൾ ആക്കി കൊടുക്കാൻ വരെ ആളുകൾ വേണം. അദ്ദേഹത്തിൻ്റെ ബ്രെയിനെ സൂപ്പർ ടെക് കമ്പ്യൂട്ടറിലേക്ക് ചാനലൈസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നതിനെ കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എത്ര ആഗ്രഹം ഉണ്ടാകും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, പക്ഷെ കഴിയില്ല. അള്ളാഹു ഈ നൂറ്റാണ്ടിനെ കാണിച്ചു തരാണ്. ഈ നൂറ്റാണ്ടിലെ 700 കോടി ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. ഞാൻ വിചാരിക്കാതെ സഹോദരന്മാർ, അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത്, അയാൾക്ക് വേണ്ടി ലോക രാജ്യങ്ങൾ മുഴുവൻ തയ്യാറാണ്. $1 ട്രില്യൺ